ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ നൽകി. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ആ കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിക്കാൻ എത്രമാത്രം കടപ്പെട്ടവരാണ്. നമുക്ക് ഏതൊരു കാര്യവും മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടാൽ എല്ലാം നമുക്ക് തീരാൻ നഷ്ടമായി മാറുകയാണ്. നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. കർത്താവിൽ വിളിക്കപ്പെട്ട എല്ലാവരും ആ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഓടുന്നില്ല എങ്കിൽ അവർക്ക് നിത്യതയ്ക്ക് എന്ത് നഷ്ടമുണ്ടാകുന്നത്? അപ്പോൾ ഈ ഒരു ചെറിയ ആയുസ് മാത്രമാണ് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടിയിട്ട് നേടുവാൻ കഴിയുന്നത്. ഇതിനെ നഷ്ടമാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. ഞാൻ സാധാരണ പറയാറുള്ള ഒരു ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഒരു അപ്പനും അമ്മയും അതിൻ്റെ മോളും കൂടി ഒരു മിഠായി ഷോപ്പിൽ പോയി. അപ്പം ഈ മോൾക്ക് അവിടെ നിന്നൊരു മിഠായി മേടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ആ ഷോപ്പിലെ ആളോട്, പിന്നെ അവിടെ അനേക ഭരണികളിൽ മിഠായി ഉണ്ട്, എല്ലാത്തിനും 1 രൂപയാണ്. അപ്പോൾ ഇവളുടെ കയ്യിൽ 1 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇവള് ഒരു മിഠായി ഡബ്ബയുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് കാണുമ്പോൾ അവൾ പറയും, എനിക്കിതിൽ കൂടെ ഉണർത്താ. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവൾ മറ്റുള്ള ഡബ്ബയിലേക്ക് നോക്കുക. അപ്പോൾ അതെടുത്ത് അദ്ദേഹം തുറന്ന് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ഉടനെ പറയും, അല്ലെങ്കിൽ ഇത് വേണ്ട, എനിക്കിത് മതി. അപ്പോൾ അദ്ദേഹം അത് തുറക്കാൻ പോയപ്പോൾ, അല്ല എനിക്ക് അത് വേണ്ട, എനിക്കിത് മതി. ഇവളിങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അവസാനം ആ മിഠായി കടക്കാരൻ ആകപ്പാടെ വളരെ ബുദ്ധിമുട്ടിലായി. അത് പറഞ്ഞു, നീ അവസാനം നീ ഒന്ന് തിരഞ്ഞെടുക്ക്, എടുത്തിട്ട് പറ, ഞാൻ എത്ര ഭരണി തുറന്നു, അപ്പോഴൊക്കെ നീ അത് മതി ഇങ്ങനെ പറയുക. അപ്പോൾ അവൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ അങ്കിളെ, എൻ്റെ കയ്യിൽ ആകെപ്പാടെ 1 രൂപയേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മേടിക്കാനോ, എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരെണ്ണം കണ്ടാൽ മേടിക്കാനായിട്ട് എനിക്ക് അവസരമില്ല, എനിക്ക് പൈസയില്ല. അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ചെറിയൊരു ആയുസ്സിൽ നമ്മൾ നേടേണ്ടത് നമ്മൾ നേടിയില്ല എങ്കിൽ ഇനി നമുക്ക് അതിനൊരു അവസരം ഇല്ല എന്ന ഈ പറഞ്ഞ ഈ ഉപമയുടെ സാരം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ക്രിസ്തുവിലായിക്കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് എത്രമാത്രം നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കണം. കാരണം ഒരേ ഒരു ആയുസ്സാണ്, ഇനിയൊരു ആയുസ്സില്ല. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ഈ ഒരു ആയുസ്സല്ലാതെ മറ്റൊരു സമയമില്ല. അപ്പോൾ ഇത് നമ്മൾ വേണ്ടുവണ്ണം തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ നമ്മൾ വളരെയധികം ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ദുഃഖിക്കാനിടയാകരുത് എന്നാണ് എനിക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, എഫെസോസ് സഭയ്ക്ക് വേണ്ടിയിട്ട് പൗലോസ്ലീഹായുടെ ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, അതിൽ 2 പ്രാർത്ഥനയുണ്ട്. ആ ഒരു പ്രാർത്ഥനയിലെ എല്ലാം വിശദമായിട്ട് പറയുകയല്ല, അതിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിൻ്റുണ്ട്. ആ പോയിൻ്റ് മാത്രം നിന്ന് പറയാമെന്ന് വിചാരിക്കുക. അതിന് ആധാരമായിട്ട് ഒരു ചെറിയ ഒരു ഭാഗം തന്നെ വായിക്കണം, എന്നാലും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വെളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അത് ആ ഒരു ചെറിയൊരു അതിൻ്റെ അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും ഭാഗം വായിച്ചാലേ മനസ്സിലാക്കാൻ പറ്റും. നോക്കുക. എങ്കിലും ഇവിടെ അനേക വിഷയങ്ങളുണ്ട്. ഞാൻ ആ വിഷയങ്ങളിലേക്കല്ല പോകുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും
വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ നമുക്ക് ആ നിത്യതയോടുള്ള കാഴ്ചപ്പാടില്ലെങ്കിൽ എത്ര ദുഃഖകരമാണെന്നറിയാമോ? നമ്മൾ ചെയ്തു വയ്ക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വലിയ നഷ്ടം വരുത്തും. ഞാൻ പറയാറുള്ള മറ്റൊരു ഉദാഹരണം കൂടെ ഇങ്ങനെയാണ്. ഒരു കുഞ്ഞിനെ ഒരു ഐസ്ക്രീമും ഒരു 1,00,000 രൂപയുടെ ഒരു ചെക്കും കൂടെ കാണിച്ചിട്ട് കുഞ്ഞെ നിനക്ക് ഇതിലേത് വേണം എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞ് നിശ്ചയമായും എനിക്ക് ഐസ്ക്രീം മതിയെന്ന് പറയും. കാരണം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതാ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളിലും നമുക്കത് മനസ്സിലാക്കുവാനുള്ള കഴിവില്ല എങ്കിൽ, നമുക്ക് യഥാർത്ഥമായും അതിനെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനമില്ല എങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയമുണ്ടാകും, തീരാ നഷ്ടമുണ്ടാകും, പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്നുള്ളത്. ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്ന അനേക വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ അവർ വളരെ നല്ല കാഴ്ചപ്പാടോടുകൂടിയൊക്കെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നെങ്കിലും ഏറെ താമസിയാതെ വീണ്ടും അവർ കുരുടന്മാരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ന് എത്രയോ പേര് വിശ്വാസത്തിൽ നിന്നും വീണുകൊണ്ടിരിക്കുക. അത് കർത്താവിൻ്റെ വരവിൻ്റെ അടുത്ത സമയത്തുള്ള ഒരു അടയാളമായിട്ടുള്ള വചനം പറയുന്നുണ്ട്. എങ്കിലും നമ്മളിൽ ആർക്കും അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, നമ്മുടെ അകംകണ്ണ് പ്രകാശിക്കണം. നമുക്ക് നമ്മുടെ അകംകണ്ണ് പ്രകാശിക്കുന്നില്ല എങ്കിൽ ആത്മീയ ഭാഷയിൽ അവർ കുരുടന്മാരാണെന്ന് നമുക്കറിയാം. നമ്മൾ 2 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെ പത്രോസ് പറയുന്നത് ഇവയില്ലാത്തവനോ കുരുടനത്രേ. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അപ്പോൾ ഇവയില്ലാത്തവനോ അപ്പോൾ അതിന് നമുക്ക് വളരെ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും അടുത്ത കാലത്ത് ജീവിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എന്തുമാത്രം നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളുടെയും പിന്നിൽ കർത്താവിൻ്റെ വരവ് ശക്തമായിട്ട് നമ്മളോട് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എത്രമാത്രം ജാഗരൂകരായിരിക്കണം, ഉത്സുകരായിരിക്കണം. എന്നാൽ ആ ഉത്സാഹം നമ്മളിൽ കണ്ടില്ലെങ്കിലോ വളരെ വേദനയോടെ ഇന്നത്തെ വിശ്വാസ കോളത്തിലേക്ക് നോക്കുമ്പോൾ ഒരു 25, 30, 40 വർഷം മുമ്പുണ്ടായിരുന്ന വിശുദ്ധന്മാർക്കുണ്ടായിരുന്ന ഉത്സാഹം, ആ ഒരു സമർപ്പണം, ആ ഒരു ദീർഘവീക്ഷണം, നിത്യതയെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടതായി കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പത്രോസ് പറയുകയാണ് അവയില്ലാത്തവൻ. അവ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള എങ്കിലും ഞാനൊന്ന് വെറുതെ ഒന്ന് വായിച്ചു വിടാം. അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, സകല ഉത്സാഹം, ഈ പറയുന്ന 8 കാര്യങ്ങളിലും സകല ഉത്സാഹവും വിശുദ്ധന്മാർ കഴിക്കണം. നമ്മുടെ ആത്മാർത്ഥമായ ഉത്സാഹം, ഏറ്റവും ഹാർഡ് വർക്ക്, അത് നാം ചെയ്യണം. അപ്പം സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും. അപ്പം നമുക്ക് വിശ്വാസത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി സകല ഉത്സാഹം കഴിക്കണം. അതിനോടൊപ്പം തന്നെ വിശ്വാസത്തോടെ വീര്യം. ഇന്ന് വീര്യം പ്രവർത്തിക്കുന്നവർ ആത്മീയ കോളത്തിൽ കാണാനില്ല. നമുക്കറിയാം. ദാനിയേൽ 11:32 അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പം ദൈവത്തിന് വേണ്ടി വലിയ വൻകാര്യങ്ങളെ ചെയ്യാൻ കഴിയണം. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലായിട്ട് വർദ്ധിക്കുവാനായിട്ട് കഴിയണം.
അപ്പോൾ ഇവിടെ പറയാണ്, നിങ്ങൾ സകല ഉത്സവവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, അപ്പം വീര്യത്തിൽ നിങ്ങൾ സകല ഉത്സവവും കഴിക്കണം, വീര്യത്തോട് പരിജ്ഞാനവും. പരിശുദ്ധനെ കുറിച്ചുള്ള ജ്ഞാനമാണ് പരിജ്ഞാനം. അതിനെ ചിലർ പരിചയജ്ഞാനം എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ആസ്വദിച്ച് മുന്നേറുന്നതിനുള്ള ജ്ഞാനം, അത് ലോകത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചല്ല. അപ്പോൾ ഇത് വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അതിലും നമ്മൾ സകല ഉത്സാഹവും കഴിക്കണം. എന്നിട്ട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് അറിയിക്കുമ്പോൾ പലർക്കും അതിൽ നിയന്ത്രണമില്ല. നമ്മൾ ആത്മാവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇന്ദ്രിയ ജയമുള്ളവരായി ജീവിക്കാൻ കഴിയൂ. കാരണം ആത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാണ് ഇന്ദ്രിയ ജയം എന്ന് നമുക്കറിയാമല്ലോ, അല്ലേ? നമ്മൾ ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യം വായിക്കുമ്പോൾ, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, അവസാനം പറയുന്നു ഇന്ദ്രിയ ജയം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള ശക്തി അത് ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവിൽ നിറയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമുണ്ടാകുകയുള്ളൂ. അപ്പോൾ ചിന്തിക്കുക, ഇതിലും നമ്മൾ സകല ഉത്സാഹവും കഴിക്കണം. ഇന്ദ്രിയ ജയവും, ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും. നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. ഇന്ന് പലർക്കും പ്രാർത്ഥനയിൽ സ്ഥിരതയില്ല, വചന പഠനത്തിൽ സ്ഥിരതയില്ല, കൂട്ടായ്മ യോഗങ്ങളിൽ സംബന്ധിക്കുന്നതിൽ സ്ഥിരതയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. വളരെയധികം നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യത ഉണ്ടായിരിക്കണം. അതിൻ്റെ ക്രമവും മര്യാദയും നമ്മൾ വിട്ടുകളയരുത്. അപ്പോൾ ഇതിലും നമ്മൾ സകല ഉത്സാഹം കഴിക്കണം. അപ്പോൾ സ്ഥിരതയോട് ഭക്തിയും. ഇവിടെ ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടുള്ള ഭയത്തോടെയുള്ള ദൈവത്തോടുള്ള ആദരവിനെയാണ്. അപ്പം അത് വർദ്ധിക്കണം. നാം വിശുദ്ധിയെ തേക്കേണ്ടത് പോലും ഈ ഭക്തിയിലാണെന്ന് 2 കൊരിന്ത്യർ 7:1 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും അതിലും നമ്മൾ സകല ഉത്സാഹവും കഴിക്കണം. ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരന്മാരോടുള്ള സ്നേഹം നമ്മളിൽ വർദ്ധിക്കുന്നുണ്ടോ? നമുക്കറിയാം, വിശ്വാസത്തിൽ വരുമ്പോൾ പരസ്പരമുള്ള സ്നേഹത്തിനൊക്കെ എന്ത് നിഷ്കളങ്കമായ സ്നേഹം. എല്ലാവരെയും കാണുമ്പോൾ അവരെ വിശുദ്ധ ചുംബനം കൊടുക്കാനും അവരോട് കുശലം പറയാനും ഒക്കെ എന്ത് സന്തോഷമായിരുന്നു. പ്രിയമുള്ളവരെ, അതിൽ നമ്മളിൽ കുറവുണ്ടാകുന്നുണ്ടോ? സകല ഉത്സാഹവും നമ്മൾ കഴിക്കണമെന്നാണ്. സകല ഉത്സാഹവും കഴിച്ച് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. എല്ലാ നിലയിലും നമുക്ക് ദൈവസ്നേഹത്തിൽ വളരുവാൻ കഴിയണം. നമുക്കുള്ള സ്നേഹം ദൈവം നമുക്ക് പകർന്ന, നമുക്ക് ഓർമ്മയുണ്ടാവും റോമർ 5:5 ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനാൽ തൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുക. അപ്പോൾ ആ സ്നേഹത്തിൽ നമുക്ക് കാര്യങ്ങൾ കാണുവാൻ ചെയ്യുവാൻ കഴിയണം. അപ്പോൾ ഇതെല്ലാം കൂട്ടണം. ഇതില്ല. അപ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്തുവാ? ഇത് നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഉണ്ടായിരിക്കണമെന്ന്, നിത്യേന വർത്തമാന യുഗത്തിൽ. അപ്പോൾ ഇന്ന് ഓരോ ദിവസവും ഇന്ന് അനേക വിശുദ്ധന്മാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും വലിയ ഗൗരവം കൊടുത്ത് ചിന്തിക്കാറില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കണം. നമുക്ക് ലഭിച്ച ഈ വലിയ രക്ഷയെക്കുറിച്ച് നമ്മൾ വളരെ നന്ദിയുള്ളവരായിരിക്കണം. ദൈവഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണുവാൻ കഴിയണം. ആ നിലയിൽ നമുക്ക് വളരുവാനായിട്ട് കഴിയണം. നമുക്കതിനകത്ത് ഉത്സാഹമുണ്ടോ? അവിടെ വായിക്കുകയാണ്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഇവ നിങ്ങൾക്ക് ഉണ്ടാകണം, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കണം. അപ്പം ഇത് നമ്മുടെ ഓരോ ദിവസവും ഇന്നത്തെ വർത്തമാന യുഗത്തിൽ കാണപ്പെടേണ്ട കാര്യങ്ങളാണ്. ഒരു ചെറിയ ശബ്ദം അതിനകത്ത് വന്നിട്ടില്ല. ഇന്നത്തെ വർത്തമാന യുഗത്തിൽ മറ്റു ഭാഷകളിലൊക്കെ വളരെ ക്ലിയർ ആയിട്ടതുണ്ട്. ഇന്നെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മളിൽ കാണുവാൻ കഴിയണം. അങ്ങനെ കാണുന്നില്ല എങ്കിൽ അവരെക്കുറിച്ചാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അപ്പോൾ ദൈവമക്കൾ ഒരിക്കലും
ഈ കാര്യത്തിൽ വീഴ്ച ഭവിക്കുവാൻ പാടില്ല. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്തു പോരുന്നുവെങ്കിലാണ് നമുക്ക് അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഇങ്ങനെ ചെയ്താൽ, നിങ്ങളിങ്ങനെ ചെയ്താൽ, അപ്പോൾ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് ഓരോ ഈ നിലയിൽ നമ്മൾ ചെയ്താൽ, ഇവിടെ പറയാണ്, നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ വളരെ ആദരപൂർവം പ്രാപിക്കും, വളരെ ആദരപൂർവം പ്രാപിക്കും. നമുക്കറിയത്തില്ലേ, ജയാളിയായിട്ട് വരുന്നവരെ അവരെ എങ്ങനെയാണ് ദേശം കൈക്കൊള്ളുന്നത്? വളരെ ആദരപൂർവം. അപ്പോൾ ഇതുപോലെ സ്വർഗം നമ്മളെ ആദരപൂർവം നമ്മളെ സ്വീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആരെയാ? ഇവിടെ പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ അനിവാര്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ 8 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുന്നുവെങ്കിൽ ദൈവദൃഷ്ടിയിൽ അവർ അന്ന് ആദരവോടെ സ്വീകരിക്കപ്പെടുവാൻ, സ്തെഫാനോസിനെ ദൈവം വളരെ ആദരവോടുകൂടി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ആ കർത്താവ് സ്തെഫാനോസിനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിന്നതുപോലെ, അപ്പോൾ സ്വർഗത്തിൽ എന്തുമാത്രം കാഹള ശബ്ദങ്ങൾ ഉയർന്നു കാണുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുകയില്ല. ഒരു ഭക്തനെ സ്വീകരിക്കുവാനായിട്ട് ദൈവം തന്നെ എഴുന്നേറ്റെന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം. വളരെ ദൂതന്മാരുടെ, അനേകായിരം ദൂതന്മാരുടെ വലിയ ഘോഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇവിടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് പ്രിയമുള്ളവരെ? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അപ്പം ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വിളിയാലുള്ള ആശ എന്നതെന്നറിയണം. നമ്മളെ ദൈവം എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്, എങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത്, ആ ദൈവിക പദ്ധതിയെ നമ്മൾ അറിയണം. നമുക്കത് കാണുവാൻ കഴിയണം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ കഴിയൂ. അല്ലെങ്കിൽ ആ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും അത് നിത്യതയുടെ കാഴ്ചപ്പാടിലായിരിക്കണം. പലപ്പോഴും പലരും ചെയ്യുന്നത് അവരുടെ സ്വയം പ്രശംസയ്ക്ക് വേണ്ടിയിട്ടോ അംഗീകാരത്തിന് വേണ്ടിയിട്ടോ ഒക്കെയാണ്. അല്ല ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിന് മഹത്വം ലഭിക്കാനിടയായിത്തീരും. ദൈവമഹത്വം നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കണം. നിത്യതയുടെ കാഴ്ചപ്പാടിൽ വേണം നമ്മൾ ചെയ്യുവാൻ. അപ്പോൾ ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത്, ഒന്ന്, നിങ്ങൾ വിളിയാനുള്ള ആശ. നമുക്കറിയാം, ആശ തരുന്നത് ആരാ? നമ്മുടെ ദൈവമാണ്. ഒരു മനുഷ്യന് ആശ തന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആശ തന്നിട്ട് പോകുന്ന വഴിക്ക് അയാൾ മരിച്ചു പോയാൽ നമുക്ക് ലഭിച്ചത് നിരാശയായിരിക്കും. ആ ആശ പെട്ടെന്ന് നിരാശയായിട്ട് പോയിക്കും. കാരണം ആ വ്യക്തി വളരെ ഞാനിപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് മോനെ ഞാൻ നല്ലൊരു ഉടുപ്പും ഒരു കേക്കും ഒക്കെ ആയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. നല്ല ആശയാണ്. ആ കുഞ്ഞിനെ സംബന്ധിച്ചോളം അവൻ വളരെ സന്തോഷത്തിലാണ്. പക്ഷെ അല്പം കഴിഞ്ഞപ്പോഴാണ് കേട്ടത് അങ്ങ് പോയ വഴിക്ക് അയാൾ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അവൻ്റെ ആശ എന്തായി? നിരാശയായി. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് ആശ തരുന്നത് ദൈവമാണ്. നമ്മൾ റോമാലേഖനം 15:13 അതാ വായിക്കുന്നത്. അപ്പം ദൈവം നമുക്ക് ആശ തരുന്നു. ദൈവം തരുന്ന ആശ റോമർ 5:5 വായിക്കുന്നത്, ആ ആശയ്ക്ക് ഭംഗം വരികയില്ല. ആ ആശയ്ക്ക് ഭംഗം വരികയില്ല. ഇന്ന് ഈ ആശ നമ്മളെ ഭരിക്കുന്നുണ്ടോ? ആ നിത്യതയിലുള്ള ആ കാഴ്ചപ്പാട് നമ്മളെ നടത്തുന്നുണ്ടോ? വിളിയാനുള്ള ആശ. വിളിക്കപ്പെട്ടവർക്ക് കർത്താവ് ആശ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കണം ആ ആശ? കർത്താവിനെ പോലെ ആകുവാൻ. നമ്മൾ 1 യോഹന്നാൻ 3:2-3 വാക്യം വായിക്കുന്നുണ്ടല്ലോ, അവൻ വരുമ്പോൾ അവനെത്താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകുമെന്ന് അറിയുന്നു. ഈ ആശയുള്ളവരെല്ലാം അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. ഈ ആശയാണ് യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയാക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇന്ന് ഈ ആശ നമ്മളെ ഭരിക്കുന്നുണ്ടോ?
യഥാർത്ഥത്തിൽ ഒരു ആശ നിറഞ്ഞ ജീവിതമാണോ നാം നയിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആശയെക്കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കുകയുണ്ടായി. ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ ഇന്ന് അനേക വിശുദ്ധന്മാർക്കും ഈ ആശയൊക്കെ നഷ്ടപ്പെട്ട് അവരങ്ങനെ ജീവിക്കുന്നു. ഞാനിങ്ങനെ ഓർപ്പിക്കാറുണ്ട്, ഒരിക്കലും ഒരു സഭ നടക്കുക. എന്തിനു വേണ്ടിയാ? മഴയ്ക്ക് വേണ്ടി. അപ്പം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവർ കൂടി വരികയാണ്. കൂടി വന്നപ്പോൾ ഒരു പ്രായമുള്ള അമ്മച്ചി വന്നപ്പോൾ, അപ്പോൾ ഭയങ്കരമായിരിക്കുന്ന ചൂടിൻ്റെ ആധിക്യം, മഴയില്ലാതെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമം, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മഴയ്ക്ക് വേണ്ടി. ഈ അമ്മച്ചി കൊടയുമായിട്ട് വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, അമ്മച്ചി എന്തിനാ കൊടയായിട്ട് വന്നേ? അപ്പോൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ വരുന്നേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മഴ വരും. മഴ വരുമ്പോൾ എനിക്ക് തിരിച്ചു പോകുമ്പോൾ മഴ നനയാതെ പോകാനാണ് ഞാൻ കുട കൊണ്ടുവന്നേ. അപ്പം ഇവിടെ ബാക്കിയുള്ളവർ വന്നവർക്ക് ആർക്കും കുടയൊന്നുമില്ല. എന്ത് ചെയ്യുക? അമ്മച്ചിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും, കർത്താവ് മഴ അയക്കും. അപ്പോൾ എനിക്ക് മഴ നനയാതെ തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ എനിക്ക് കുട ആവശ്യമാണ്. ഇന്ന് പലതും പ്രാർത്ഥിക്കുന്നെങ്കിലും എന്തു ചെയ്യുന്നില്ല? ആ വിശ്വാസം അവരിൽ യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നില്ല, കാണാൻ കഴിയുന്നില്ല. ഒരു കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെയല്ല ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ വിളിയാനുള്ള ആശ അത് നമ്മൾ അറിയണം. മാത്രമല്ല അവിടെ രണ്ടാമത് പറയുന്നത് വിശുദ്ധന്മാർക്കായുള്ള അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നറിയണം. അവൻ്റെ മഹിമാധനം ഇന്നതെന്നറിയണം. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മളെ വരുംകാല നിത്യതയിൽ മഹിമ ധരിപ്പിക്കാൻ പോകുകയാണ്. ഈ മഹിമ അതുകൊണ്ടാണ് നമ്മൾ 2 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും, ഒരുപാട് വാക്യങ്ങളൊക്കെ വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. നുടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു, കാരണമാകുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പം നമുക്ക് ഈ ലോക ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ചില കഷ്ടങ്ങളൊക്കെ ദൈവം അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 16:33. അപ്പോൾ നമുക്ക് ഇവയെല്ലാം നിത്യ തേജസ്സിൻ്റെ ഘനം ലഭിക്കുവാൻ, നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന ആ മഹിമയെക്കുറിച്ച്, ആ തേജസ്സിനെക്കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കണം. മാത്രമല്ല അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയണം. അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയണം. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, അവിടുന്ന് തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ നോക്കുക, മരിച്ച് 4 നാൾ കഴിഞ്ഞ് നാറ്റം വെച്ച ലാസർ ഇതാ ജീവനുള്ള സുസ്മേധവലതനായി താൻ പുറത്തു വരികയാണ്. നോക്കൂ, അവിടുത്തെ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം, ആ ശക്തി കൊണ്ടാണ് ഇനി നമ്മുടെ എല്ലാം കർത്താവ്, നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് വരുന്നുവെങ്കിൽ നാം രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെടും. അതേ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും തേജസ്സുള്ള ശരീരത്തോടു കൂടി. നമ്മൾ മനസ്സിലാക്കണം, ആ അവിടുത്തെ ശക്തിയുടെ വലിപ്പം ഈ ലോകത്തിലെ മുഴു ശക്തിയോട് ചേർന്നാലും മരിച്ചൊരു വ്യക്തിയെ ഉയർപ്പിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം അതെത്ര വലുതാണെന്ന് നമ്മൾ അറിയണം പ്രിയമുള്ളവരെ. നമ്മളെത്രമാത്രം ശക്തൻ്റെ കരങ്ങളിലാണ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ എപ്പോഴും ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, അവിടുത്തെ കരങ്ങളിൽ നാം സൂക്ഷിക്കപ്പെടുകയാണ്. ചിന്തിക്കുക, നമുക്ക് ആ ബോധ്യമുണ്ടോ? നമ്മൾ ആ ബോധത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി നമ്മൾ പ്രകാശിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ ഹൃദയദൃഷ്ടിക്ക് മങ്ങൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്കറിയാം, നമ്മൾ
ലെമൻറ്റേഷൻ അല്ലെങ്കിൽ വിലാപങ്ങൾ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, വിലാപങ്ങൾ അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു, അത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. കണ്ടോ, ഹൃദയത്തിനുണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞാൽ പാപരോഗം. അനേക നിലകളിലുള്ള പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയദൃഷ്ടി കാണാൻ കഴിയാതെ വണ്ണം മന്ദതയുള്ളതായി മാറും. എത്ര ദുഃഖകരമാണ്! അതിൻ്റെ അപകടകരമായ അവസ്ഥ അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇങ്ങനെയുള്ള മങ്ങനുണ്ടായാലുള്ള ദോഷങ്ങളെക്കുറിച്ച്. കാരണം എല്ലാത്തിനും നമുക്കൊരു സമയപരിധി ഉള്ളതുകൊണ്ട്, സമയം ആയതുകൊണ്ടും ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് നമ്മുടെ ഹൃദയദൃഷ്ടി അങ്ങനെ പ്രകാശിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന തീരാനഷ്ടം. പ്രിയമുള്ളവരെ, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടന്നെങ്കിൽ മാത്രമേ കഴിയൂ. അത് നമ്മൾ ഓരോ ദിവസവും അനുഭവമാക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം ഇന്ന് യഥാർത്ഥത്തിൽ നാം സ്വർഗീയ കാഴ്ചപ്പാടുള്ളവരായി, നിത്യതയുടെ കാഴ്ചപ്പാടുള്ളവരായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവദൃഷ്ടിയിൽ നമ്മൾ കാഴ്ചപ്പാടുള്ളവരാണോ അതോ കുരുടന്മാരാണോ? നമ്മളെ തന്നെ ശോധന ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കർത്താവ് നിശ്ചയമായും ഇതിനെക്കുറിച്ചുള്ള നല്ല പ്രകാശനം പ്രാപിച്ച് നല്ല കാഴ്ചപ്പാടുള്ളവരായി ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് എന്നേക്കും മാത്രമുണ്ടാകട്ടെ. ആമേൻ.